സുന്ദരീസ് നമുക്ക് ഇന്ന് ഫംഗ്ഷൻസിനൊക്കെ റെഡി ആവുന്ന രീതിയിൽ കുട്ടി മേക്കപ്പും അതേപോലെ തന്നെ ഹെയർ സ്റ്റൈലും നോക്കട്ടെ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, പക്ഷെ ഫൈനൽ റിസൾട്ട് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറില്ല ഇപ്പോൾ കുറച്ച് തവണയായിട്ട്. ഫസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസർ ഇടാം കേട്ടോ. സെറ്റഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ. ഇത് നല്ലതാട്ടോ, അഫോർഡബിൾ ആണ്. അത് മാത്രമല്ല നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആക്കി മോയ്സ്ചറൈസ്ഡ് ആക്കി നിർത്തുകയും ചെയ്യും. ഇതിൻ്റെ മീതെ മേക്കപ്പ് അപ്ലൈ ചെയ്യാനൊന്നും ഒരു കുഴപ്പമില്ല, പിരിപിരാന്ന് വരുമൊന്നുമില്ല. ഒട്ടും ഓയിലി ആക്കി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നോട്ടെ, അതൊരു 15 സെക്കൻഡ് ഒക്കെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ മതിയാവും. ആ ഗ്യാപ്പിൽ നമുക്ക് മേലൊക്കെ മോയ്സ്ചറൈസർ ഇടാം കേട്ടോ. അതിന് വേറെ ബോഡി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ബാത്ത് ആൻഡ് ബോഡിയുടെ അതിൻ്റെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ സൺസ്ക്രീൻ. അപ്പോഴേക്കും നമ്മുടെ മോയ്സ്ചറൈസർ സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് ലാഷീലിൻ്റെ സൺസ്ക്രീനാണ്, കുറച്ചൊരു സിലിക്കൺ ടെക്സ്ചറാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ വൺസ് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും വൈറ്റ് കാസ്റ്റും ഒന്നും ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മീതയ്ക്ക് മേക്കപ്പ് ഇടുമ്പോൾ സ്കിന്നിൽ ഇങ്ങനെ പിരിപിരാന്ന് വരുമൊന്നുമില്ല. എനിക്കങ്ങനെ ഓക്സിഡൈസ് ആയി നമ്മുടെ സ്കിൻ ഡാർക്കർ ആവണ പോലെയും തോന്നിയിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീനാണ്. കുറച്ച് സമയം ബ്ലെൻഡ് ചെയ്യാൻ കൊടുക്കണം എന്ന് മാത്രം കേട്ടോ. എന്നിട്ട് കുറച്ച് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പ്രൈമർ യൂസ് ചെയ്യാവുന്നതാണ്. ഇബ കോസ്മെറ്റിക്സിൻ്റെ ഈ പ്രൈമർ ഇത് നല്ലതാണ്. ഒരു 500 റേറ്റിനുള്ളതാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പോഴ്സിൻ്റെ ഒക്കെ ഒന്ന് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്യാനും അതേപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനിഷ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മീതെ നമ്മൾ ബേസ് മേക്കപ്പ് ഇപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിലും കൺസീലർ ആണെങ്കിലും ഒക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി ബ്ലെൻഡ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എസ്പെഷ്യലി ഈ കവിളിൻ്റെ അവിടെയും സ്മൈൽ ലൈൻസിൻ്റെ അവിടെയൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊരു ഡ്യൂയി ലുക്ക് വേണമെങ്കിൽ ലാക്മേയുടെ ഈ ലൂമി ക്രീം യൂസ് ചെയ്യാവുന്നത്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. എനിക്ക് ആ ഒരു ഗ്ലോയി ലുക്ക് ഇഷ്ടമുള്ള കാരണം ഇത് കുറച്ചെടുത്തിട്ട് കവിളിൻ്റെ അവിടെയും തടിയുടെ അവിടെയും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ ഫേസ് കംപ്ലീറ്റ്ലി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലർക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടമല്ല, പക്ഷെ ഡ്രൈ സ്കിന്നുകാർക്ക് എനിക്കത് ഭയങ്കര നല്ലതായിട്ടാണ് തോന്നിയിട്ടില്ല. ഇപ്പം ഇതിന് ഭയങ്കര ട്രെൻഡല്ലേ, ഭയങ്കര ഓയിലി ആയിട്ടുള്ള, ഓയിലി എന്നല്ല നമ്മളൊരു ഗ്ലോയിങ് ലുക്ക്, ഓയിലി ലുക്ക് വേറെ ഗ്ലോയിങ് ലുക്ക് വേറെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം. സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ്. എപ്പോഴും പറയുകയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൺസീലർ. 150 രൂപയാണ് ഇതിനുള്ളൂ. പക്ഷേ എൻ്റെ ഒരു ഡസ്കി ഒരു മീഡിയം സ്കിൻ ടോണിന് ഇത് നന്നായിട്ട് ഈ ഷെയ്ഡ് മാച്ച് ആവുന്നുണ്ട്. അപ്പോൾ കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് അയ്യോ ആദ്യം ബ്ലഷ് അപ്ലൈ ചെയ്യായിരുന്നു എന്ന്. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് കേട്ടോ. ആദ്യം ബ്ലഷ് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ കൺസീലർ അപ്ലൈ ചെയ്യും. ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കണ്ണിൻ്റെ താഴെയാക്കും, കാരണം ആ പിങ്കിൻ്റെ ഒരു ഇത് വരുമ്പോൾ അതിൻ്റെ മീതെ കൺസീലർ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കെ ബ്യൂട്ടിയുടെ കൺസീലറല്ല ബ്ലഷ് എടുത്തിട്ട് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതേ ബ്രഷ് വെച്ചിട്ട് തന്നെ കൺസീലറും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി നല്ല കവറേജും ഉണ്ട്, കുറച്ചുകൂടി നന്നായിട്ട് കവർ ആവുന്നുണ്ട്. കറക്റ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് കുറച്ച് മുമ്പ് വരെ കറക്റ്റർ യൂസ് ചെയ്യണമായിരുന്നു. ഇപ്പോഴും യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ കുറച്ചും കൂടി ഞാൻ ബെറ്റർ ആയിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ ഡാർക്ക് സർക്കിൾസ് ഒരു പൊടിക്ക്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റർ യൂസ് ചെയ്യാഞ്ഞതാണ്. താടിയുടെ അവിടെയും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രമേ ഞാൻ കൺസീലർ ഇട്ടിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് കഴിവതും കൺസീലറിലും ബ്ലഷിലും അങ്ങ് സ്റ്റിക്ക് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇട്ട് അതിൻ്റെ മീതെ ബ്ലഷ് അതിൻ്റെ മീതെ കൺസീലറൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വേർത്തൊലിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് കോൺടോർ എടുക്കാം. നോസിൻ്റെ അവിടെ നിന്ന് കോൺടോർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജോ ലൈൻ്റെ അവിടെ കേട്ടോ. നമ്മുടെ ആ താടിയലിൻ്റെ താഴെയായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, താഴേക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ അടിപൊളി. താഴേക്കല്ല, ഇങ്ങനെ ഇതേപോലെ താഴേക്കും മുകളിലേക്കായിട്ട് ഇതേപോലെ അങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ എനിക്ക് നല്ലൊരു ചുസിൽ ലുക്ക് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നോസിൻ്റെ അവിടെ പിന്നെ നമുക്ക് കൈവച്ചിട്ട് തന്നെ ചെയ്യാം. നൈക്കയുടെ ഈ ഐഷാഡോ പാലറ്റ് ഉണ്ടല്ലോ, ഇതൊരു 290 റുപ്പീസിൻ്റെ ആണ്. ഇത് ഈ ഒരു 4 കളർ വെച്ചിട്ടാണ് നമുക്ക് ഈസിലി ഒരു ഐഷാഡോ ലുക്ക് ചെയ്തെടുക്കാൻ പറ്റുക. അതിൽ ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ കോർണേഴ്സിൽ ഇതേപോലെ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കണ്ണിനൊരു ഡെപ്ത് ഫീൽ ചെയ്യുക. ആ ക്രീസ് കറക്റ്റായിട്ട് എടുത്തറിയട്ടോ. അതിനുശേഷം ആ ലൈറ്റർ ഷെയ്ഡില്ലേ അതെടുത്തിട്ട് കണ്ണിൻ്റെ മീതെ ഇന്ന കോർണേഴ്സ് മുതൽക്ക് അറ്റം വരെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഷിമ്മർ ഷെയ്ഡ് ഉണ്ടല്ലോ അതെടുത്തിട്ട് നമുക്ക് നടുവിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കഴിഞ്ഞു. 3 ഷെയ്ഡ് യൂസ് ചെയ്തുള്ളൂ 4 എന്നിട്ട് നമുക്ക് ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമുക്കത് ചെയ്ത് വരുമ്പോൾ അതറിയാം, സിമ്പിളായിട്ടുള്ളതല്ലേ, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നല്ലൊരു ലുക്ക് ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇത് കെ ബ്യൂട്ടിയുടെ കാജലാണ്, നല്ല കാജലാണ് കേട്ടോ. ഇത് ഫസ്റ്റ് നമുക്ക് കണ്ണിൻ്റെ മീതെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. കുറച്ചൊക്കെ നമ്മളെ കണ്ണ് നിറയും, പക്ഷെ നമുക്ക് സഹിക്കണം, നമുക്ക് പറ്റും. ഇത് നമ്മൾ
അല്ലാണ്ട് കുത്തണ്ട കേട്ടോ. ഞാൻ ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ട് കുത്തി എഴുതിയിട്ടുണ്ടായിരുന്നു. ലൈറ്റായിട്ട് എഴുതിയാൽ മതിയോ. ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ മാത്രം അതിൻ്റെ പിന്നിൽ ഉള്ള സ്മഡ്ജറില്ലേ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കറബറാന്ന് സ്മഡ്ജ് ചെയ്യരുത്, ജസ്റ്റ് അവിടെ മാത്രം. അപ്പം ഇങ്ങനെ നല്ല രസമായിട്ടുള്ള സ്മഡ്ജ്ഡ് ആയിരിക്കും, പക്ഷെ കറബറാന്നുള്ളൊരു സ്മോക്കി ഐസും അല്ല. അങ്ങനത്തെ ഒരു ലുക്ക് വരും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എനിക്കങ്ങനെ തോന്നുന്നു കേട്ടോ. മറ്റേ ഐലൈനർ എഴുതുന്നതിനെക്കാട്ടിനും ഒരു ലുക്കുള്ള പോലെ തോന്നിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഏറ്റവും അറ്റത്തുണ്ടല്ലോ ഇങ്ങനെ കൺപീലിയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു ഐലൈനർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുക, ലൈറ്റായിട്ട് വാലും. ഐലൈനർ എഴുതി 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 ഞാൻ കണ്ണാടിയുടെ സൈഡിലേക്ക് പോയി. എന്നിട്ട് നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ ഈ കണ്ണാടിയുടെ ഫ്രണ്ടിലേക്ക് പോകണമെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ലെൻസ് വെച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നം കേട്ടോ. അതാണ് ഞാൻ കൂടുതൽ ലെൻസ് വെക്കണം, എനിക്ക് നേരെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറേ പേർക്ക് എന്താ വെച്ചാൽ ഞാൻ ലെൻസ് വയ്ക്കുമ്പോൾ കണ്ണിൻ്റെ കളറ് മാറുമ്പോൾ കറക്റ്റ് ആ ഈ ലുക്ക് വേണ്ട, മനസ്സിലാവണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വെക്കണത് കളേർഡ് ലെൻസുമാണ് കേട്ടോ. അയ്യോ, നമ്മൾ ഇതിൽ നിന്ന് തെന്നി മാറുന്നു സബ്ജക്റ്റിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഐ ലുക്ക് കംപ്ലീറ്റ് ആയി. കണ്ണിൻ്റെ താഴെയും ഒരു കളർ എടുത്തിട്ട് ആ ഐ ഷാഡോയിലെ കളർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്പഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഐബ്രോസ് ഒന്ന് ബ്ലൂ ഹെവൻ്റെ ഐബ്രോ പെൻസിലാണ്, അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നീര് വെക്കുക കേട്ടോ. പിന്നെ ഒരു ബ്രൗൺ ലിപ്പ് പെൻസിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ഔട്ട്ലൈൻ വരയ്ക്കാം, എന്നിട്ട് ഉള്ളിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ആവാം, ഇത് സ്മാഷ് ബോക്സിൻ്റെ, അത് കുറച്ച് എക്സ്പെൻസീവാണ്. എന്നിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് എഗിൻ സ്മാഷ് ബോക്സിൻ്റെ ഉണ്ട്, ഹൂഡയുടെ ഉണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഇൻസൈറ്റിൻ്റെ മാൾസിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ളത് കിട്ടും. അതൊന്ന് ജസ്റ്റ് ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ടക്ക് ടക്ക് ആക്കി കൊടുക്കുക. ഫുൾ അപ്ലൈ ചെയ്യേണ്ട, ജസ്റ്റ് വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് സെറ്റ് ആവട്ടെ ലിപ്സ്റ്റിക്ക്. ആ ഗ്യാപ്പിൽ നമുക്ക് കെ ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ എടുത്തിട്ട് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നോസിൻ്റെ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലിപ്സ്റ്റിക്ക് ഇനിയിപ്പോൾ നമ്മുടെ ഇഷ്ടമാണ്, അതിലേക്ക് ഇനി എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ മിനിമം 2 to 3 ലിപ്സ്റ്റിക്ക് അങ്ങനെ ഇട്ടിട്ടാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു ഷെയ്ഡ് ആക്കിയെടുക്കണത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പും ബോട്ടവും പിന്നെ ഒരു ജാക്കറ്റുമാണ്. ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ് ശരിക്കും നല്ലതാണ്. ടോപ്പും ബോട്ടും നമുക്ക് കാഷ്വലി വെയർ ചെയ്യാവുന്നതാണ്. ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഡിഫറെൻറ്റ് ഒരു ഫംഗ്ഷനൊക്കെ പറ്റിയിട്ടുള്ളൊരു ലുക്ക് ഉണ്ടാകും. നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതുമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മൂൺ ഗോഡസിന് മുന്നേ ഓർഡർ ചെയ്ത് മേടിച്ചു, അപ്പോൾ ഇപ്പോൾ എന്തായാലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. അതിന് ശേഷം നമ്മൾ കമ്മലൊക്കെ ഇട്ടു, പൊട്ടൊക്കെ കുത്തി, പിന്നെ നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ സ്ട്രെയിറ്റൻ ചെയ്യാച്ചിട്ടാണ്. അതല്ലെങ്കിൽ എൻ്റെ മുടി ഇങ്ങനെ ബും എന്ന് പറഞ്ഞിട്ട് നിൽക്കും. അതിൻ്റെ ഇടയിലാണ് കുറച്ചൊരു പിങ്ക് ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ലാക്മേയുടെ ഒരു നോർമൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക്, ഏത് കളറിലെ പിങ്ക് ഷെയ്ഡ് ആണെങ്കിലും അതിൻ്റെ മീതെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ പുകയൊക്കെ വരുന്നുണ്ട്, നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് പുകയൊക്കെ വരും കേട്ടോ. എന്നിട്ട് നമുക്കത് ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കാം. ഭയങ്കര പോക്കർ സ്ട്രെയിറ്റ് ആയിട്ടല്ല, കുറച്ച് തിക്ക് സെക്ഷൻസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. കുറച്ച് ഉള്ളു തോന്നിക്കാൻ വേണമല്ലോ. ഭയങ്കര സ്ട്രെയിറ്റൻ ചെയ്തതിൻ്റെ മുടിക്ക് പിന്നെ തീരെ ഉള്ളില്ലാണ്ടാവും. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒതുക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് നടുവിൽ ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ട് ഈ തുമ്പുള്ള ചീർപ്പ് വെച്ചിട്ട് ചെയ്യുക. ഇനി അതില്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ട് അങ്ങനെ വെച്ച് ചെയ്താൽ മതി. എന്നിട്ട് സൈഡിൽ നിന്ന് ഇതേപോലെ ആ ഒരു കോമ്പ് വെച്ചിട്ട് സൈഡ് വെച്ചാൽ ബാക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ എടുക്കുക. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിൽ മുടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വലിച്ചിടാവുന്നതാണ്. എന്നിട്ട് ഇർക്കിലി സ്ലൈഡ് ഉണ്ടല്ലോ, തിരിച്ച് കുത്തണമെന്നില്ല, നമ്മൾ ഇഷ്ടം പോലെ കുത്തിയാൽ മതി. പക്ഷെ തിരിച്ച് കുത്തുമ്പോൾ ഇർക്കിലി സ്ലൈഡ് അധികം കാണില്ല. ഞാൻ ഇതേപോലെ തിരിച്ച്, പക്ഷെ ക്യാമറയിൽ കണ്ടില്ല കേട്ടോ, കണ്ടു എന്നായിരുന്നു ഞാൻ വിചാരിച്ച്. കഴിഞ്ഞു. കമ്മൽ ഞാൻ പണ്ടൊരു ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്ന് മേടിച്ച, വളരെ പണ്ട് BP സ്റ്റോർ എന്നിട്ടാന്ന് തോന്നുന്നുണ്ട്, ഒരു 2 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമുക്കൊരു ഫങ്ഷൻസിനൊക്കെ പോകാം, എളുപ്പത്തിൽ പറ്റിയതാണ്. നമ്മൾ മറ്റേ ഐലൈനർ വെച്ച് എഴുതണ അത്ര ബുദ്ധിമുട്ടുമില്ല, അത് സ്മഡ്ജ് ചെയ്യണതല്ലേ, അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആമസോൺ എന്നുള്ള ക്ലച്ചാണ്. ഇപ്പോൾ നമ്മൾ വളയിട്ടിട്ടുണ്ട്, പിങ്ക് വളയിട്ടിട്ടുണ്ട്, വാച്ച് ഇട്ടിട്ടുണ്ട്, തലയിൽ 2 ക്ലിപ്പും കൂടി ഞാൻ കുത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ രണ്ടറ്റത്തേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, അങ്ങനെ നേരെ വെച്ച് തരാനായിട്ട്. ഇതാണ് നമ്മുടെ സിമ്പിൾ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റീക്രിയേറ്റ് ചെയ്യുക, നല്ല രസം ഉണ്ടാവും. എന്നിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരാം കേട്ടോ. ലവ് യു ഓൾ സോ മച്ച്. എല്ലാവർക്കും നല്ല അടിപൊളി ദിവസമാവട്ടെ. പിന്നെ നൈക്കയിൽ ഇപ്പോൾ സെയിലുണ്ട്, അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ.